ഹലോ എവറി വൺ. സോ ഐ എം ഹിയർ വിത്ത് എ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം റാൻഡംലി ഞാൻ കണ്ട റീൽസ് എൻ്റെ പെർസ്പെക്റ്റീവാണ് ഞാൻ ഷെയർ ചെയ്തത്. ആൻഡ് ടുഡേ ഞാൻ കുറച്ച് റീൽസ് എടുത്ത് വെച്ചിട്ടുണ്ട്, ബട്ട് ഐ വിൽ മേക്ക് ദസ് എസ് എ സെക്കൻഡ് വീഡിയോ. ബട്ട് ദിസ് വീഡിയോ ഇസ് അബൌട്ട് ഒരു കമ്പനിയുടെ ബ്രാൻഡിങ് അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഒരു ക്രിയേറ്റീവ് സ്പേസ്. സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് ബ്രാൻഡിങ് അല്ലാതെ നമുക്ക് എത്രത്തോളം ക്രിയേറ്റീവായി ഒരു ബ്രാൻഡിനെ ഷോക്കേസ് ചെയ്യാൻ പറ്റും, അവരുടെ ആ ബ്രാൻഡിങ്ങിൽ നമുക്ക് എങ്ങനെ ഒരു സ്ട്രാറ്റജി കൊണ്ടുവന്ന് നമ്മുടെ പ്രോഡക്റ്റും സർവീസസും പ്ലേസ് ചെയ്യാം, എത്രത്തോളം ഇൻഡയറക്ട്ലി ഓർ ഡയറക്ട്ലി എങ്ങനെ ആയിക്കോട്ടെ ഒരു ക്രിയേറ്റീവ് ആംഗിളിൽ നമുക്ക് നമ്മുടെ സർവീസൊക്കെ ഷോക്കേസ് ചെയ്യാം എന്ന് ഉള്ളൊരു ടോപ്പിക്കാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ കുറച്ച് നാളായിട്ട് ഇങ്ങനത്തെ ഒരു കേസ് സ്റ്റഡി എന്നൊക്കെ പറയാൻ പറ്റുമോ ഐ ഡോണ്ട് നോ, ബട്ട് ലൈക്ക് അങ്ങനെ ഒരു ബ്രാൻഡ് എനിക്ക് ഓർമ്മയുണ്ട് കുറച്ച് ബ്രാൻഡ്സൊക്കെ, ബട്ട് പക്ഷേ ഞാൻ കുറേ നാൾക്ക് മുന്നേ കണ്ടതോ അല്ലെങ്കിൽ ഞാൻ മറന്നുപോയതോ അങ്ങനെയൊക്കെയാണ്. ഞാൻ കുറച്ച് എഫേർട്ട് ഇട്ടാലേ ആ ബ്രാൻഡ്സ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട സ്ട്രാറ്റജി, അവർ ചെയ്ത ആഡ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, അവരുടെ ഡിഫറെൻറ്റ് അപ്രോച്ചസ്, അങ്ങനെ കുറേ ഇഷ്ടപ്പെട്ട കുറച്ച് ബ്രാൻഡ്സ് ഉണ്ടായിരുന്നു. ബട്ട് ഐ വോണ്ട് ടു ഡിഗ് ഡീപ്പർ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് റിസർച്ച് അത് ഏതൊക്കെയായിരുന്നു എന്നുള്ളത്, ബിക്കോസ് ഐ ഫോർഗോട്ട് അബൌട്ട് ദം. ബട്ട് ഇന്ന് ഐ സോ എ ബ്രാൻഡ് ആൻഡ് അത് ഞാൻ ആദ്യമായിട്ട് ആ ബ്രാൻഡിനെ കാണുന്നത്. ബട്ട് ഫസ്റ്റ്ലി എനിക്ക് എന്തോ ഒരു ഫീൽ ഗുഡ് പോലെ തോന്നി ആ ബ്രാൻഡിൻ്റെ കോണ്ടൻറ്റ് കണ്ടപ്പം. സംതിങ് ഡിഫറെൻറ്റ്, അതും നമുക്ക് തന്നെ ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടാക്കുന്ന പോലെ വാട്ട് ഈസ് ദിസ് അബൌട്ട്, ഈ ബ്രാൻഡ് എന്താ ചെയ്യുന്നത്. അപ്പം ചില ബ്രാൻഡ്സ് നമുക്ക് കാണുമ്പം ലൈക്ക് ഇവരെന്താ ചെയ്യുന്നത് എന്നും നമുക്ക് തോന്നും. ലൈക്ക് ഒരു സർപ്രൈസ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാകുന്ന രീതിയിൽ നമുക്ക് തോന്നുമല്ലോ. ലൈക്ക് പൊട്ടത്തരം ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ഇവരെന്താ ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഭയങ്കര എന്താ പറയുക, ലൈക്ക് നെക്സ്റ്റ് ലെവൽ സാധനം ചെയ്തിട്ട് ഇവരെന്താ ചെയ്യുന്നത് എന്നുള്ളൊരു രണ്ട് ടോണിൽ നമുക്ക് പറയാമല്ലോ. അപ്പോൾ അതിൽ പോസിറ്റീവ് വേയിൽ എനിക്ക് തോന്നിയൊരു ബ്രാൻഡാണ്. ആൻഡ് ഐ വാസ് ലൈക്ക് ഇവരെന്താ മറ്റേ കുപ്പിയിലാക്കി എയർ വിൽക്കുവാണോ, കുപ്പിയിലാക്കി ഓക്സിജൻ വിൽക്കുവാണോ, ഇതാണോ അവരുടെ ബ്രാൻഡ് എന്നാണ് എനിക്ക് തോന്നിയത്. ബട്ട് ആ ഒരു സംഭവത്തിൽ നിന്നാണ് ഞാൻ ആ ബ്രാൻഡിനെ പറ്റി കൂടുതൽ എനിക്ക് അറിയണം, വാട്ട് ഇസ് ദാറ്റ് ബ്രാൻഡ് ഡൂയിങ് എന്നുള്ളത് ഞാൻ അന്വേഷിച്ച് പോയത്. ആൻഡ് ആ അന്വേഷണം വർത്ത് ആയിരുന്നു എന്ന് വേണം പറയാൻ. സോ ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഷോ ദെയർ ലോഗോ. ഓക്കെ, ഇത് ഇങ്ങനെയാണ് വായിക്കുന്നത്, ഇങ്ങനെ. ഇത് എ ആണ് കേട്ടോ. എ എന്ന് പറഞ്ഞാൽ ആൽഫബറ്റ് എയുടെ ഒരു ഫോണ്ടാണ്. ഐ ലവ് ദ ലോഗോ. നല്ല നീറ്റ് മിനിമൽ സാധനം. ഐ ലൈക്ക് ദറ്റ്. അതിന് വേറെ ക്രിയേറ്റീവ് മീനിങ്സ് ഉണ്ടാവും, ഞാൻ അത്രയും ഡീറ്റെയിൽ ആയി നോക്കിയില്ല. സോ ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുമ്പം ഐ ഫീൽ ലൈക്ക് ഞാൻ ഭയങ്കരമായിട്ട് റിസർച്ച് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നെങ്കിൽ എൻ്റെ ഒറിജിനൽ ഫീൽ എന്താണ് എന്നുള്ളത് എനിക്ക് ഈ വീഡിയോ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ബ്രാൻഡിനെ കണ്ടു, ഇവരുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു. അപ്പോഴെനിക്ക് ബ്രാൻഡ് എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ ബ്രാൻഡിനെ പറ്റി കുറച്ചും കൂടെ നോക്കി, അവരുടെ വെബ്സൈറ്റിൽ പോയി എന്താണെന്നും കൂടെ മനസ്സിലായി. അല്ലാതെ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ഒരുമാതിരി ഫുൾ പൊട്ടത്തരമായിപ്പോയി ഞാൻ അങ്ങനെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയൊന്നും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ കണ്ടു, ഞാൻ ഇവരുടെ വെബ്സൈറ്റിൽ പോയി ഇവരെന്താണെന്ന് മനസ്സിലാക്കി. അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇവർ ഏകദേശം 200+ കോണ്ടന്റ് ഇട്ടിട്ടുണ്ട്. എല്ലാം ഒന്നും ഞാൻ നോക്കിയാൽ ഒറ്റ വീഡിയോ ഞാൻ കണ്ടുള്ളൂ. അപ്പോൾ ഐ തോട്ട് ലൈക്ക് ഞാനത് ഒന്നിച്ച് നിങ്ങളുടെ കൂടെ നോക്കുമ്പോഴായിരിക്കുമല്ലോ നിങ്ങൾക്കും ആദ്യമായിട്ട് ഇത് കാണുമ്പോൾ എന്തായിരിക്കും ഫീൽ ഉണ്ടാവുന്നതെന്ന് എനിക്ക് ക്ലിയർലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഇത് ഓൾറെഡി കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ വീഡിയോയിൽ ഇത് പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനതെല്ലാം ഫസ്റ്റ് ടൈമാണ് കാണാൻ പോകുന്നത്. നൗ ഐ ഹാവ് എൻ ഐഡിയ വാട്ട് ദിസ് ബ്രാൻഡ് ഇസ് ഡൂയിങ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇവരുടെ വീഡിയോ കണ്ടത്, ഇവരൊരു കുപ്പിയിലാക്കി എന്തോ ഐസ്ലൻഡ് ഏതോ ലൊക്കേഷൻ, യൂറോപ്പിലത്തെ ഏതോ ലൊക്കേഷനിൽ പോയി അവരൊരു ക്യാനിൽ എയർ കളക്ട് ചെയ്തിട്ട് അതൊരാൾക്ക് എന്തോ അയച്ചു കൊടുക്കുന്നു, ആൾക്കാരത് മേടിക്കുന്നോ, അങ്ങനെ എന്തോ ഒരു സംഭവം ഞാൻ കണ്ടത്. ഐ വാസ് ലൈക്ക് ഇത്രയും ക്രേസി ആയോ നമ്മുടെ ലോകം എന്നുള്ളതായിരുന്നു എനിക്ക് തോന്നിയത്. ബട്ട് ഐ അണ്ടർസ്റ്റുഡ് വാട്ട് ഇറ്റ് ഇസ്. സോ ബേസിക്കലി എയർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ പേര് നിങ്ങൾ കേൾക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും നിങ്ങൾക്ക് എന്തൊക്കെയായിരിക്കും തോന്നുന്നത്? സോ ദിസ് ഇസ് ഹൗ യു തിങ്ക് ക്രിയേറ്റീവ്ലി. ഓക്കെ, ഇപ്പം എനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്, ഒരു ഫ്രഷർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റുഡൻറ്റിന് അറിഞ്ഞൂടാത്തൊരു കാര്യം, അല്ലെങ്കിൽ കുറച്ച് എക്സ്പീരിയൻസ് ആയാലും നമ്മൾ എഫേർട്ട് ഇട്ടാലേ ഡെവലപ്പ് ചെയ്യാൻ എഫേർട്ട് ഇട്ടാൽ മാത്രം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് നമ്മുടെ തിങ്കിങ്, ക്രിയേറ്റീവ് തിങ്കിങ്. അപ്പോൾ ആ തിങ്കിങ്ങിന് നമ്മൾ മേ ബി ഒരു ബ്രെയിൻ സ്റ്റോമിങ് ഇരിക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ പല പെർസ്പെക്റ്റീവ് ആലോചിക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു ക്ലാസ് ആയി തന്നെ നിങ്ങൾ ഇതിനെ കൂട്ടിക്കോളൂ, കുഴപ്പമില്ല. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നും? എയർ. അപ്പോൾ എന്തൊക്കെ ബ്രാൻഡിന് എയർ എന്ന് പറഞ്ഞൊരു പേരിടാൻ പറ്റുമായിരിക്കും? മേ ബി ലൈക്ക് ഒരു കാർബണേറ്റഡ് ഡ്രിങ്ക് നമ്മുടെ പെപ്സി, 7up അതുപോലത്തെ സാധനം മേ ബി എയർ എന്നിടാൻ പറ്റുമായിരിക്കും. പിന്നെ ആപ്പിൾ എയർ ഉണ്ട്. അപ്പം അങ്ങനത്തെ ഒരു മേ ബി സംതിങ് ലൈറ്റ്, അല്ലേ? എയർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് എന്ന് പറഞ്ഞൊരു മീനിങ് ഉണ്ട്. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു സാധനത്തിന് എയർ എന്ന് പറഞ്ഞിടാൻ പറ്റും. അങ്ങനത്തെ ഒരു മീനിങ് ഒക്കെയാണ് എനിക്കിപ്പോൾ പെട്ടെന്ന് തോന്നുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ റിസർച്ച് ചെയ്തിട്ടില്ല. ദിസ് ഇസ് ഓൾ ഡയറക്ട്ലി ഫ്രം വാട്ട് ഐ എം തിങ്കിങ്. അപ്പോൾ അങ്ങനെ ചെയ്താൽ ഈ വീഡിയോ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. ഞാൻ കൂടുതൽ റിസർച്ച് ചെയ്ത് ഐ വോണ്ട് ബി ഏബിൾ ടു ടോക്ക് ലൈക്ക് ദിസ്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഐഡിയാസാണ് ഒരു എയർ എന്ന് പറഞ്ഞൊരു വേർഡ് കേൾക്കുമ്പോൾ തോന്നുന്നത്. എനിക്ക് വേറെ ഒന്നും തോന്നുന്നില്ല. എന്തോ സംതിങ് റിലേറ്റഡ് ടു ഓക്സിജൻ,
മേ ബി സംതിങ് റിലേറ്റഡ് ടു പ്ലാന്റ് ഓർ മേ ബി സംതിങ് റിലേറ്റഡ് ടു ഈ എയറേറ്റഡ് ഡ്രിങ്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ആപ്പിൾ എയറൊക്കെ ഉള്ളതുകൊണ്ട് സംതിങ് റിലേറ്റഡ് ടു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള എന്തോ ഒരു സാധനം. പിന്നെ എനിക്ക് തോന്നുന്നു മറ്റേ ഷൂ, ആ ബ്രാൻഡ് ഏതൊരു ബ്രാൻഡ് ഷൂവിനും എനിക്ക് തോന്നുന്നു എയർ എന്ന് പറഞ്ഞ വേർഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എനിക്ക് എയർ തോന്നുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ക്ലോത്തിങ്ങിനും ഈ അത്ലിഷ പോലത്തെ ബ്രാൻഡ് ഓർ സ്പോർട്സ് ബ്രാൻഡിന് എന്തൊക്കെയോ എയർ എന്ന് പറഞ്ഞ കാറ്റഗറി ഉണ്ടെന്ന് തോന്നുന്നു, ഏതൊക്കെയോ ബ്രാൻഡിന്. സോ ലൈക്ക് സംതിങ് ലൈറ്റ് എന്നുള്ള മീനിങ് എനിക്ക് ഇത്രയും കിട്ടുന്നത്. അപ്പം എനിക്ക് ഇത്ര മാത്രമേ ഗസ് ഉണ്ടായിരുന്നുള്ളൂ. ഇത്ര ഗസ് പോലും ഉണ്ടായിരുന്നില്ല. അവരുടെ ബ്രാൻഡിൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് വേറെ ഒന്നും തോന്നിയില്ല എന്ന് വെച്ചാൽ ഐ വാസ് നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് ഇസ്. അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ ഓരോ വീഡിയോയും ഞാൻ കാണാൻ തുടങ്ങി. ഞാനിതിൽ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം. ദിസ് ഈസ് എ വീഡിയോ, കാണാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ കണ്ടോ, ഈ ഐസ്ലാൻഡിൽ എന്തോ പോയിട്ട് അവർ ഷൂട്ട് ചെയ്തിരിക്കുന്നതാ ഒരു അപ്പോൾ ഇതിലവർ റിവീൽ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ അല്ല ഞാൻ കണ്ടത്, ഇത് സേ ഹലോ ടു ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് എന്ന് അവർ വീഡിയോയിൽ പറയുന്നുണ്ട്. ആൻഡ് അവർ ആ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെ പറയുന്നുണ്ട്. സോ ദിസ് ഇസ് ലൈക്ക് അവർക്ക് അവരുടെ ഒരു പുതിയൊരു പ്രോഡക്റ്റ് ഓർ സർവീസ് എന്തോ ലോഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ആ ലോഞ്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ ക്രിയേറ്റ് ചെയ്തൊരു പ്രൊമോ വീഡിയോ ആണിത്. ലൈക്ക് അവരുടെ പുതിയ പ്രോഡക്റ്റിൽ എന്തൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ, പ്രോഡക്റ്റ് ലോഞ്ച് ഓർ ലൈക്ക് ഒരു വെർട്ടിക്കൽ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെയ്തൊരു പ്രൊമോഷൻ വീഡിയോ ആണിത്. ആ പ്രൊമോഷൻ വീഡിയോ എടുത്തേക്കുന്നത് ഈ ഐസ്ലൻഡിൽ പോയി അവിടെ ഫ്രഷ് എയറിനെ പറ്റിയൊക്കെ പറഞ്ഞ് അതിൻ്റെ അകത്ത് നിന്ന് എയറിൻ്റെ ഒരു മീനിങ് അവരിതിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുവന്ന് നമ്മൾ ആ മൊമെൻറ്റ് വരെ ആ വീഡിയോയിൽ പിടിച്ചിരുത്തുന്നുണ്ട്. ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് ഇസ്. ആ റിവീലിങ്ങിന് വരെ നമ്മൾ പിടിച്ചിരുത്തുന്നുണ്ട്. സോ നമ്മളിപ്പം ചെയ്യുന്നത് എന്താണ്, നോർമലി ഇപ്പോൾ ഒരു വീഡിയോയിൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ഹുക്ക് എലമെൻറ്റ് ഉണ്ടാവും. ബട്ട് ആ ഹുക്ക് എലമെൻറ്റ് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ട് മേ ബി ആ കാര്യം പിടികിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ലീവ് ചെയ്യുമല്ലോ. ലൈക്ക് ഓക്കെ ഐ അണ്ടർസ്റ്റുഡ് വാട്ട് ഇറ്റ് ഇസ്. അപ്പോൾ അതും ആ ഒരു പ്രോഡക്റ്റ് നോക്കുന്ന ഒരാളല്ലെങ്കിൽ മേ ബി ചിലപ്പോൾ ഹുക്ക് എലമെൻറ്റ് കഴിഞ്ഞ് വേറെ കാര്യപരമായി ഒന്നുമില്ലെങ്കിൽ ആൾക്കാർ കാണത്തില്ല. ബട്ട് ഈ വീഡിയോ ഹുക്ക് എലമെൻറ്റ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇറ്റ് വാസ് ഹാവിങ് എ ഹുക്ക് എലമെൻറ്റ് ബിക്കോസ് ഒരു എയർ, ദ ബെസ്റ്റ് എയർ എന്നുള്ള രീതിയിലൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് കണ്ടുകൊണ്ടിരിക്കും. ബട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം ഹുക്കായി നമ്മൾ സർപ്രൈസ് ആയ ഒരു എനർജി നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. ആ എനർജി നമുക്ക് ഫുള്ളി വീഡിയോ കാണുമ്പോഴും കൊണ്ടുപോകുന്നത് ദാറ്റ്സ് എ ഗുഡ് കോണ്ടൻറ്റ്. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് അതിന് തോന്നിയത്. ബിക്കോസ് ആ ക്യൂരിയോസിറ്റി, ആ നമുക്ക് എന്താണെന്ന് അറിയാനുള്ളൊരു എനർജി ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു ഈ വീഡിയോയിൽ. അപ്പോൾ സോ ബേസിക്കലി ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ എയർ എന്ന് പറഞ്ഞ ബ്രാൻഡ് നമ്മുടെ ഈ ക്ലൗഡ് പ്ലാറ്റ്ഫോമില്ലേ, ക്ലൗഡ് സ്റ്റോറേജ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന അതുപോലത്തെ ഒരു ബിസിനസ്സാണ് എയർ എന്ന് പറയുന്നത്. അപ്പോൾ ആ എയർ, അപ്പോൾ ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ മേ ബി തിങ്ക് ചെയ്താൽ പിടി കിട്ടും. അപ്പം എയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫുൾ എല്ലാ സ്ഥലത്തും ഉണ്ട് എയർ. അപ്പോൾ അത്രമാത്രം കപ്പാസിറ്റി ഉണ്ട്, അത്രമാത്രം സ്പേസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് എന്ത് വേണമെങ്കിലും ചെയ്യാം, അൺലിമിറ്റഡ് തിങ്സ് ആണ് എന്നുള്ളൊരു ഫീലാണ് അവർ ആ ഒരു നെയിം കൊണ്ട് ഇൻഡയറക്ട്ലി ഉദ്ദേശിക്കുന്നത്. അപ്പം അതെനിക്ക് അങ്ങനെ ക്ലിക്ക് ആയപ്പോഴത്തേക്കും ഐ ലവ് ദാറ്റ് കോൺസെപ്റ്റ് ഓഫ് ഹൗ ദേ നെയിംഡ് ഇറ്റ്. ആൻഡ് ആ നെയിം എങ്ങനെ അവർ ഈ ബിസിനസ്സിൽ മേർജ് ചെയ്ത് അവരുടെ അതെങ്ങനെ അവർ കണക്ട് ചെയ്തു എന്നുള്ള സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ദെൻ ഇതെല്ലാം പോട്ടെ, ഇപ്പം ചില ബ്രാൻഡ്സ് ഫെയിലിയർ ആവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അടിപൊളി പേരായിരിക്കും, അടിപൊളി ലോഗോ ആയിരിക്കും, ഈ പറഞ്ഞ അടിപൊളി ഫസ്റ്റ് വീഡിയോ പ്രോമോ സെലിബ്രിറ്റി വന്ന് ഇനോഗ്രേറ്റ് ചെയ്യുന്നത് എല്ലാം അടിപൊളിയായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് അവരത് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഇത്ര അടിപൊളിയായിട്ടുള്ള പേരും അവർക്ക് നല്ലൊരു പ്രോഡക്റ്റും ഇല്ലെങ്കിൽ കാര്യമുണ്ടോ, സസ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ഇവർ അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പും അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് ആ എയർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് അവരുടെ പ്രോഡക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനുള്ള ക്രിയേറ്റീവ്സ്, അത് വിഷ്വലി അവരുടെ ആ എയർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റും ഇവരുടെ ബ്രാൻഡിൻ്റെ സർവീസും സിങ്കായി പോകുന്ന രീതിയിലത്തെ വീഡിയോസ് എല്ലാം അടിപൊളിയായി ബ്രാൻഡിങ് ആൻഡ് ആ സ്ട്രാറ്റജിയും അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഇസ് ലൈക്ക് അവരതിനകത്ത് പിന്നെ അപ്പോൾ ഈ ക്ലൗഡ് സ്റ്റോറേജ് ആണല്ലോ. അപ്പോൾ ഞാൻ പിന്നീട് വെബ്സൈറ്റ് പോയി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കിയ ക്ലൗഡ് സ്റ്റോറേജിനാണ് അവരിങ്ങനത്തെ ഒരു പേരിട്ടേക്കുന്നത്. ആൻഡ് അവരിങ്ങനത്തെ ഒരു, ഞാനിതാ പറഞ്ഞത്, ഇത് കണ്ടോ, ഒരു ക്യാൻ കണ്ടോ, ഈ ക്യാനായിരുന്നു ഞാൻ പറഞ്ഞത് ദ ബെസ്റ്റ് എയർ എവർ എന്നുള്ള രീതിയിൽ ഒരു ബ്രാൻഡിങ് ഒക്കെ ചെയ്തൊരു ക്യാൻ. ആ ക്യാനിൽ പോയി അവർ എയർ കളക്ട് ചെയ്യുന്നതും അങ്ങനത്തെയൊക്കെയാണ് അവർ വീഡിയോ കോണ്ടൻ്റ് ആയിട്ട് ഇട്ടേക്കുന്നത്. യു ക്യാൻ ഗോ ആൻഡ് ചെക്ക് ദ ഇൻസ്റ്റാഗ്രാം പേജ്. അതുമാത്രമല്ല ഇവരൊരു വീഡിയോയിലോ ഒരു സോങ് ഉണ്ട്. അത് ഞാനിപ്പം ഐ ക്യാൻ ഫീൽ ഇറ്റ് എന്ന് പറഞ്ഞാൽ ഐ ക്യാൻ ഫീൽ ഇറ്റ് എന്നൊരു സോങ് ഉണ്ട്. എയർ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു എയർ എന്നൊരു വേർഡ് വരുന്നൊരു സോങ് ഉണ്ട്. അപ്പോൾ ആ ഒരു സോങ് അവർ മാർക്കറ്റിംഗ് പ്രൊമോഷന് വേണ്ടി യൂസ് ചെയ്തു. ആൻഡ് ആൾക്കാർക്ക് ഗെസ് ചെയ്യാൻ പറഞ്ഞു, ലൈക്ക് ഇതെന്താണ്, ഈ പാട്ട് കേട്ടിട്ട് ഇത് എന്ത് ബ്രാൻഡിൻ്റെ ആണെന്ന് തോന്നുന്നു എന്നുള്ളതൊക്കെ. ആ അപ്രോച്ച് ഇസ് ഓൾസോ ഗുഡ്. ലൈക്ക് ബിക്കോസ് ലൈക്ക് അപ്പോൾ അതവർ ഈ പാട്ട് മാത്രം കേൾപ്പിക്കുകയല്ല ചെയ്യുന്നത്, ഒരു 2-3 ഹിൻറ്റ് കൊടുത്തിട്ട് ആദ്യം ഈ പാട്ട് കേൾപ്പിക്കും, പിന്നെ ഈ ബ്രാൻഡ് കുറച്ചും കൂടി അവർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടി ഇതുവഴി വേറെ ഒരു ഹിൻറ്റ് കൊടുക്കും. ഇതൊന്നും എല്ലാത്തിനും ദേ വിൽ ബി, എന്നിട്ട് അവർ പറയും ഇവരുടെ ബ്രാൻഡ് ഇതാണ്. അപ്പോൾ ഓഡിയൻസിൻ്റെ റെസ്പോൺസും റിയാക്ഷനൊക്കെ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്.
ദാറ്റ് ഇസ് ഓൾസോ ഗുഡ്. ഓക്കെ, ബിക്കോസ് നമ്മളും പാരലി ആലോചിക്കുന്നുണ്ട് ഈ പാട്ട് വെക്കുമ്പോൾ എനിക്ക് എന്താ തോന്നുന്നത്, അപ്പോൾ അതിന് രണ്ടാമത് ഹിൻറ്റ് വരുമ്പം ഇതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്താ മീനിങ്. ആൻഡ് തേർഡ് തിങ് വെൻ ദേ റിവീൽ നമുക്കതെല്ലാം കൂടെ കണക്റ്റ് ആവും. സോ ദാറ്റ്സ് എ ഗുഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആൻഡ് ഒരു നല്ല ഒരു റെസ്പോൺസ്, ഓഡിയൻസ് റെസ്പോൺസിനും എല്ലാം ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. അപ്പോൾ ഈ രണ്ട് കോണ്ടൻറ്റ് എയർ എന്ന് പറഞ്ഞ സംഭവം എന്താണെന്നുള്ളതും അവരതെങ്ങനെ ഈ ബ്രാൻഡിൽ ഇൻക്ലൂഡ് ചെയ്തു എന്നും പിന്നെ ഈ പറഞ്ഞ 2 വീഡിയോ കണ്ടപ്പം ഐ എം ഇംപ്രസ്ഡ് ബൈ ദ ബ്രാൻഡിങ്. ഓക്കെ, അപ്പം നമ്മളെപ്പോഴും പറയുമല്ലോ നമ്മൾ കണ്ടിന്യൂസ്ലി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണം, ഭയങ്കര ക്രിയേറ്റീവ് ആയിരിക്കണം, അത് ചെയ്യണം ഇത് ചെയ്യണം എന്നുള്ളതിനെക്കാട്ടിലും നമ്മൾ അത്രത്തോളം കോണ്ടൻറ്റ് കാണുന്നതിൻ്റെ അത്ര വേർത്ത് എനിക്ക് ഈ 2 കോണ്ടൻറ്റ് കണ്ടപ്പോഴത്തേക്കും, 2 വേണ്ട, ഫസ്റ്റ് കോണ്ടൻറ്റ് കണ്ടപ്പോൾ തന്നെ ഐ വാസ് ലൈക്ക് സോ ഇംപ്രസ്ഡ്. ഇനി അത് കഴിഞ്ഞ് ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ വെബ്സൈറ്റിൽ പോയപ്പോൾ ദ വേ ദേ ഹാവ് ഡിസൈൻ ദ വെബ്സൈറ്റ്, ദ ആനിമേഷൻസ് ഇൻ ദ വെബ്സൈറ്റ്, സോ ഗുഡ്. ഓക്കെ, അപ്പോൾ ഞാൻ ആ വെബ്സൈറ്റ് ഞാൻ ജസ്റ്റ് എൻ്റെ ലാപ്ടോപ്പിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ദിസ് ഈസ് എ തിങ് കണ്ടോ, ഈ എയർ എന്ന് പറഞ്ഞ് ഇരിക്കുന്ന സംഭവം കണ്ടോ, ഇറ്റ്സ് സോ ഗുഡ്. അപ്പോൾ ഇത് നമ്മൾ താഴേക്ക് പോകില്ലേ, ഇത് പോകത്തത്. ഓക്കെ, ഞാനിതിൽ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. അത് പോയോ, ഓ നോ, ഇത് ഇത് കണ്ടില്ലേ, ഇപ്പം ഇങ്ങനെയൊക്കെ വരും. ദേ ഹാവ് അവരുടെ ഒരു ഡാഷ്ബോർഡും കാര്യങ്ങളും എല്ലാം അതിൻ്റെ അകത്ത് അവർ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് സോ ഗുഡ്. ഓക്കെ, കണ്ടില്ലേ, ആൻഡ് അതിനകത്തെല്ലാം അവർ നല്ലപോലെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദിസ്, ഇത് പോട്ടെ, ഇവരുടെ ഹോം പേജും എല്ലാം ഡിസൈനിങ്ങിൻ്റെ കാര്യത്തിൽ എനിക്കൊന്നും പറയാനില്ല. ആ വെബ്സൈറ്റ് വരെ ഒരു ക്ലൗഡ്സ്, ബ്ലൂ സ്കൈ അങ്ങനത്തെ ഒരു തീമിലാണ് ചെയ്തേക്കുന്നത്. സോ ഗുഡ്. ഓക്കെ, അതെല്ലാം ബ്രാൻഡിങ്ങിൽ അടിപൊളിയായി എല്ലാ സ്ഥലത്തും പ്ലേസ് ആയിട്ടുണ്ട്. ആൻഡ് നമുക്കും ഇനി ഇതിനെക്കാട്ടിലും ഞാൻ നോർമലി കാണാത്തല്ല, എല്ലാ സ്ഥലവും അടിപൊളിയായി കാണുന്നത് ഭയങ്കര റയറാണ്. ഇതിൽ അവർ കൊടുത്തേക്കുന്ന കോണ്ടൻറ്റ്, ദ വെബ്സൈറ്റിൽ കൊടുത്തേക്കുന്ന കോണ്ടൻറ്റ് ഇസ് സോ ഗുഡ്. ബിക്കോസ് അവർ കൊടുത്തേക്കുന്ന മെയിൻ കോപ്പി, അതിനകത്ത് കൊടുത്തേക്കുന്ന എല്ലാ കോണ്ടൻറ്റും ആ എയറും അവരുടെ പ്രോഡക്റ്റും സർവീസും സിങ്ക് ആവുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എവ്രിവെയർ. ഇതിലിപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വായിക്കാം. എയർ അൺബ്ലോക്സ് ക്രിയേറ്റിവിറ്റി അറ്റ് സ്കെയിൽ. ലൈക്ക് ആ സ്കെയിലിംഗ്, അവർക്ക് എത്രത്തോളം സ്കെയിലിങ്ങിൽ പോകാൻ പറ്റുന്നു എന്നുള്ളത് ആ പോയിന്റുമായിട്ട്, ബിക്കോസ് ആ ക്ലൗഡ് സ്റ്റോറേജിന് എത്രത്തോളം നിങ്ങൾക്ക് വേണമെങ്കിലും എക്സ്പാൻഡ് ചെയ്യാം, എത്ര സ്പേസ് ഉണ്ട്, അതെല്ലാം പറയുന്ന രീതിയിൽ എയറുമായി കണക്ട് ചെയ്ത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അവരുടെ ഫീച്ചേഴ്സ് എല്ലാം തന്നെ ആ ഒരു ബ്രാൻഡ് ഐഡൻറ്റിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് പോയേക്കുന്നത്. ഫുൾ ഡിസൈൻ, ആ എന്താ പറയുക, ഡാഷ്ബോർഡിൻ്റെ പോലും ആ ഒരു എയർ എന്ന് പറഞ്ഞ ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഡാഷ്ബോർഡ് പോലും ഈ എയർ എന്ന് പറഞ്ഞ പേര് വരുന്ന മീനിങ്ങിലത്തെ ആനിമേഷൻസും ഡിസൈനുമാണ് വെച്ചേക്കുന്നത്. ദാറ്റ് ഇസ് ലൈക്ക് എല്ലാ സ്ഥലത്തും അത് കംപ്ലീറ്റ്ലി സിങ്ക് ആയി പോകുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു ബ്രാൻഡ് എത്രത്തോളം ക്രിയേറ്റീവ് ആവാൻ പറ്റും, ആ ബ്രാൻഡിന് എത്രത്തോളം സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതുപോലെ ഇപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ ഇപ്പോൾ ഒരു എയർ എന്ന് പറഞ്ഞൊരു പേര് വെച്ചിട്ടുള്ളൊരു ബ്രാൻഡ് വരുവാണെങ്കിൽ മേ ബി നമുക്ക് അധികം എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് പറ്റും, നമുക്കൊരു ക്രിയേറ്റീവ് ബ്ലോക്ക് ഉണ്ടാവും. ആ എയർ എന്ന് പറഞ്ഞൊരു സാധനം മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്നുള്ള. പിന്നെ അത്രത്തോളം ബ്രെയിൻ സ്റ്റോമിങ് നമ്മൾ ചെയ്ത് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ വിൽ ബി ഏബിൾ ടു ഗെറ്റ് മെനി ഐഡിയാസ്, ലൈക്ക് നമുക്ക് ഇങ്ങനെ ഷോക്കേസ് ചെയ്യാം, ഇങ്ങനത്തെ രീതിയിൽ അപ്രോച്ച് എടുക്കാം എന്നുള്ളതൊക്കെ. അപ്പം ഇഫ് യു ആർ സമ്മൺ ഹൂ ലൈക്സ് ടു ലേൺ മോർ അബൌട്ട് സ്ട്രാറ്റജി, ഒരു ബ്രാൻഡിനെ ഡിഫറെൻറ്റ് പ്ലേസിൽ കൺസിസ്റ്റൻസി ആയിട്ട് ഇങ്ങനത്തെ ബ്രാൻഡിങ് എലമെൻറ്റ്സ് പേരും എല്ലാം വെച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു എക്സാമ്പിൾസ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ദിസ് ബ്രാൻഡ് ഇസ് എ വെരി ഗുഡ് തിങ് ദാറ്റ് യു ക്യാൻ റെഫർ. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് വല്ലപ്പോഴും മാത്രമേ ഇങ്ങനെ അടിപൊളിയായിട്ടുള്ള സാധനം ഞാൻ കാണാറുള്ളൂ. ഓക്കെ, പിന്നെ ഇതിൻ്റെ അകത്ത് എനിക്ക് പറയാനുള്ളത്, ഞാനിത് മുഴുവൻ വായിച്ചു കേട്ടോ. ഈ വെബ്സൈറ്റിലത്തെ ഹോം പേജിലത്തെ കുറേ കാര്യങ്ങൾ ഞാൻ വായിച്ചു, ബിക്കോസ് എനിക്ക് എന്താണ് ആ ബ്രാൻഡെന്ന് മനസ്സിലായില്ലല്ലോ. അപ്പോൾ അത് മനസ്സിലാൻ വേണ്ടി ഞാനത് വായിച്ചു. അപ്പോഴും ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം എനിക്കത് ഭയങ്കര കണക്റ്റഡായിട്ടാണ് തോന്നിയത്. ലൈക്ക് എനിക്കിപ്പോൾ അത് സ്റ്റേറ്റ്മെൻറ്റ്സ് അധികമൊന്നും ഇപ്പോൾ കാണുന്നില്ല. നിങ്ങൾ ആ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ മതി, അതായത് ഏറ്റവും നല്ലത്. ഓക്കെ, സോ ലൈക്ക് ഐ ലൈക്ക് ദിസ് വെബ്സൈറ്റ് ടോട്ടലി മീൻസ് ലൈക്ക് ഇൻ എവറി ആംഗിൾ. ഞാൻ അവരുടെ ആഡ്സും കാര്യങ്ങളും നോക്കിയിട്ടില്ല, ബട്ട് അവരുടെ സോഷ്യൽ മീഡിയ ആണെങ്കിലും പിന്നെ അവർ കുറേ ഇവൻറ്റ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്കൊരു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, കഴിഞ്ഞ ഇയർ അല്ലെങ്കിൽ അതിന് മുന്നത്തെ ഇയർ ഒരു ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് വന്നതിന് ശേഷം ഇവൻറ്റ്സ്, കമ്മ്യൂണിറ്റി ഇവൻറ്റ്സ് അങ്ങനത്തെ കാര്യത്തിനൊക്കെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സൈഡിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ഇൻഫ്ലുവൻസേഴ്സ് ഒരു ഇവൻറ്റിന് വരുന്നു, ആ ഇവൻറ്റ് പല ക്രിയേറ്റീവ് വേയിൽ അത് മാർക്കറ്റ് ചെയ്യുന്നു, അതിൻ്റെ പ്രൊമോഷൻസ്, ബിഹൈൻഡ് ദ സീൻസ്, അങ്ങനത്തെ പല കാര്യങ്ങൾ. ഇവൻറ്റ്സിലാണെങ്കിൽ അവരുടെ പ്രോഡക്റ്റിനെ ഡിഫറൻ്റായി കാണിക്കാനുള്ള ഇനിഷ്യേറ്റീവ്സ്, ഓരോ ഗെയിംസ്, അതെല്ലാം ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അവർ റീസെൻ്റ്ലി അവരുടെ ഓരോ ഫീച്ചർ, ഏതൊരു ഫീച്ചറോ എന്തോ റിലീസ് ചെയ്തിരുന്ന ടൈമിൽ അവരിതുപോലത്തെ ഒരു ക്യാമ്പയിൻ വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു കമ്മ്യൂണിറ്റി ഇവൻറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് ഓൾസോ സോ ഗുഡ്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് നോക്കാം. ആൻഡ് ഇവരുടെ സോഷ്യൽ മീഡിയ ഞാൻ പറഞ്ഞില്ലേ, ഫുൾ സോഷ്യൽ മീഡിയ ഞാനും ഇപ്പം താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കുന്നേ ഉള്ളൂ. സോ ഐ എം നോട്ട് ജഡ്ജിങ് അവരുടെ സോഷ്യൽ മീഡിയ എങ്ങനെ എത്രത്തോളം ഉണ്ടെന്നല്ല. ഞാൻ അവിടെ 3-4 കോണ്ടൻറ്റ് കണ്ടിട്ടുള്ളൂ. ആ 3-4 കോണ്ടൻറ്റ് മാത്രം മതിയായിരുന്നു എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട്. ബിക്കോസ് അത് അത്രയും കണ്ട 3-4
ആ ഫസ്റ്റ് ഞാൻ ആൾക്കൂടെ 2 കോണ്ടന്റ് കണ്ടുള്ളൂ. ആ 2 കോണ്ടന്റ് മതിയായിരുന്നു എനിക്ക് വീഡിയോ ചെയ്യാൻ. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്ന് കണ്ടപ്പോഴത്തേക്കും കുറച്ചും കൂടെ കോണ്ടന്റ് കണ്ടു. ദാറ്റ് ഇസ് ഓൾസോ ഗുഡ്. അപ്പം നിങ്ങൾക്ക് ഒരു റെഫറൻസ് ഒക്കെ ചെയ്യണമെങ്കിൽ, എൻ്റെ അടുത്ത് പൊതുവേ സ്റ്റുഡൻസ് ആണെങ്കിലും വേറെ ആൾക്കാരൊക്കെ ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ട് എങ്ങനെ റെഫർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഡിഫറെൻറ്റ് ബ്രാൻഡ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. സോ ദിസ് ഇസ് സംതിങ് ദറ്റ് യു ക്യാൻ റെഫർ. അവരുടെ കോണ്ടന്റ് ഐഡിയാസും ചുമ്മാ എപ്പോഴും ഇതാണ് എൻ്റെ പ്രൊഡക്റ്റ്, ഇതാണ് എൻ്റെ സർവീസ് എന്ന് പറയുന്ന അല്ലാതെ അവർ ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആയിരിക്കണം ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത്. പല പല ആംഗിളിൽ നമുക്ക് പല ടൈപ്പ് ഓഫ് ഓഡിയൻസിനെ ക്ലബ് ചെയ്ത് കോണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റണം. പല നീഷിലത്തെ സാധനങ്ങളിൽ നമുക്ക് ക്രോസ് മാർക്കറ്റിംഗ് എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റണം. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റണം. അതെല്ലാം ഇവർ ചെയ്തിട്ടുണ്ട്. ഞാൻ റഫായി നോക്കിയതിൽ നിന്ന് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. സോ യു ക്യാൻ റെഫർ ദിസ് ബ്രാൻഡ്, ഓർ ചെക്ക് ദിസ് ബ്രാൻഡ്. അപ്പോൾ ഇതിൻ്റെ പേര്, ഇൻസ്റ്റാഗ്രാം പേര് air.hq എന്നാണ്. ഗോ ആൻഡ് ചെക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവരുടെ വെബ്സൈറ്റിൽ കയറിയപ്പം ഐ സോ ദാറ്റ് ദേ ആർ ഡൂയിങ് സം കൈൻഡ് ഓഫ് മറ്റേ ഷാർക്ക് ടാങ്ക് പോലത്തെ എന്തോ ഒരു സംഭവം ഇവർ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു. സോ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ നോക്കിയില്ല. ദേ ഹാവ് നെയിംഡ് as അമേരിക്കാസ് നെക്സ്റ്റ് ടോപ്പ് സ്നാക്ക് presented by Air എന്ന് പറഞ്ഞൊരു സംഭവം എന്തുവാണ്. They are in search for 6 of the boldest brands to compete for the title America's next top snack എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം അവർ ഇട്ടിട്ടുണ്ട്. ഇവരുടെ വെബ്സൈറ്റിലും അതിലെന്തോ അപ്ലൈ ചെയ്യാനായിട്ടുള്ള എന്തോ ഒരു സാധനങ്ങൾ ഞാനിപ്പോൾ കണ്ടു. ദിസ് ഇസ് എ പോസ്റ്റർ. അപ്പോൾ ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് ഇസ് യൂസ്ഫുൾ ഫോർ യു ക്യാൻ ചെക്ക്. ഞാൻ അതിനകത്ത് നോക്കിയപ്പോൾ എന്തൊക്കെയോ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് വർത്ത് 15,000 എന്തോ അവർ കൊടുക്കുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഡ്യൂ ഡേറ്റ് ഇസ് ബൈ February 20th. ഇതാണ് ഇവരുടെ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നത്. ഞാൻ ഇന്ന് February 17th വീഡിയോ എടുക്കുന്നത്. സോ അപ്പോൾ നിങ്ങൾക്കിത് ചെക്ക് ചെയ്യാം. അപ്പോൾ എൻ്റെ അടുത്ത് ആരൊക്കെ ചോദിച്ചിട്ടുണ്ട് നല്ല ഡിഫറെൻറ്റ് ആംഗിൾസ് മനസ്സിലാക്കാൻ പറ്റുന്ന, ബ്രാൻഡിങ് മനസ്സിലാക്കാൻ പറ്റുന്ന, സ്ട്രാറ്റജി മനസ്സിലാക്കാൻ പറ്റുന്ന, അങ്ങനെ ഡിഫറെൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാം. സോ ദിസ് ഇസ് വൺ ഓഫ് ദ ബ്രാൻഡ്. ഇപ്പോൾ ഞാൻ ഇതോടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ കൂടുതൽ പറയുന്നില്ല, ബിക്കോസ് ഞാനും ഇതിനെപ്പറ്റി കൂടുതൽ നോക്കിയിട്ടില്ല. 2 വീഡിയോ കണ്ട് അവരുടെ വെബ്സൈറ്റ് കണ്ട് ഇംപ്രസ്ഡ് ആയിട്ട് എടുക്കുന്നൊരു വീഡിയോ ആണ്. സോ യു ക്യാൻ ഗോ ആൻഡ് ചെക്ക്. ആൻഡ് ഇതുപോലത്തെ വേറെ ഏതെങ്കിലും ഇൻട്രസ്റ്റിംഗ് ബ്രാൻഡ്സ് ഒക്കെ കാണുവാണെങ്കിൽ, ഞാൻ വീഡിയോ ചെയ്യണമെങ്കിൽ ലെറ്റ് മീ നോ. അത് ബ്രാൻഡ് ആവാം. ഇപ്പോൾ ഞാനത് ബ്രാൻഡ് കണ്ടിട്ട് ഞാൻ ചെയ്താൽ കേട്ടോ. മേ ബി ഐ ക്യാൻ ഡു വിത്ത് സ്ട്രാറ്റജി ഓർ ആഡ്സ്, അങ്ങനത്തെ പല ആംഗിളിൽ ഞാൻ വീഡിയോ ചെയ്യാൻ നോക്കാം. ആൻഡ് ലാസ്റ്റ് ടൈം ചെയ്ത വീഡിയോൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ, കുറച്ച് റീൽസൊക്കെ എടുത്ത് റെസ്പോണ്ട് ചെയ്യുന്നതും എനിക്ക് കുറച്ച് പേര് ഫീഡ്ബാക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് നല്ലതെന്നുള്ളത്. ഒരാളുടെ കമൻറ്റ് വന്നു, ഐ തിങ്ക് 4 to 5 ആൾക്കാർ മെസ്സേജ് ചെയ്തു. അപ്പം അവരെല്ലാവരും ദേ ലൈക്ഡ് ഇറ്റ്, they want similar type of videos ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് ഫീഡ്ബാക്ക്. അപ്പോൾ ആ ഫീഡ്ബാക്കിനെല്ലാം താങ്ക് യു സോ മച്ച്. ഞാനപ്പോൾ എന്തായാലും കുറച്ചും കൂടെ കൺസിസ്റ്റൻ്റ് ആവാൻ നോക്കാം. സോ ദിസ് ഇസ് എ വീഡിയോ. താങ്ക് യു ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.